ഹലോ, ഇന്നും ചെറുതായിട്ടൊന്ന് ലേറ്റായല്ലേ? പ്രശ്നമില്ല, ലേറ്റായാലെന്താ, നമുക്ക് കൺസിസ്റ്റൻസി അല്ലേ മെയിൻ. സോ നമുക്കിന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെതാ ഞാൻ ഇന്ന് ഒരു ഡെസ്ക് ഓർഗനൈസേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നല്ല, 3 എണ്ണം. സോ ഈ ഒരു പെട്ടി എൻ്റെ കട്ടിലിനടിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി. ഇതുവരെ ഞാൻ അതിനെ തൊട്ട് നോക്കിയിട്ട് പോലുമില്ല. എന്താ മടി. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിനെ വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മൈൻഡിൽ വന്നത് ഏതാ, ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്ക് ഓർഗനൈസർ ഇല്ലേ, അത് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു അത് തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ബുക്ക് ഓർഗനൈസർ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാകുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഭയങ്കര സാറ്റിസ്ഫാക്ഷനും ഫീൽ ചെയ്ത്. അങ്ങനെ ഇതിനെ ഞാൻ ക്ലോത്ത് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അത് മെയിനായിട്ട് എനിക്ക് A4 ഷീറ്റ് ഒട്ടിക്കാനുള്ള ഗമ്മില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം മടി, അത് മെയിനാണല്ലോ. അങ്ങനെ നിങ്ങൾക്ക് പിന്നെ A4 ഷീറ്റോ അല്ലെങ്കിൽ പെയിൻസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഇത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ഫസ്റ്റ് ഐറ്റം. ഇനി രണ്ടാമത്തെ ഐറ്റം, ഇത് ഏകദേശം എല്ലാ വീടുകളിലും കാണും അല്ലേ. ഇതിൻ്റെ വലുതായിരിക്കും, പക്ഷേ ഇത് 10 റുപ്പീസിൻ്റെ ബോക്സാണ് കേട്ടോ. അപ്പം എനിക്ക് ഇത് വെച്ചിട്ട് ഇതൊരു 5 to 6 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഇതെന്തിനാ എടുത്തേച്ചൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇന്ന് ഇതിന് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഞാനൊരു അതിന് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് അതിന് A4 ഷീറ്റ് കൊണ്ട് പൊതഞ്ഞ് പിന്നെ പിങ്ക് ഷെയ്ഡ് അടിച്ചു കൊടുത്തു. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. എന്തോ ഒരു എന്താ പറയുക, ഒരു വാഷി ടൈപ്സൊക്കെ വെക്കാൻ പറ്റിയതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ വാഷി ടൈപ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എൻ്റെ കയ്യിലുള്ള പെയിൻറ്റ് ട്യൂബ്സും പിന്നെ അക്രിലിക് പെയിൻറ്റ്സും ഫാബ്രിക് പെയിൻറ്റ്സും ഇതൊക്കെ വെക്കാണ്. ഇതിന് ഞാൻ പിങ്ക് ഷെയ്ഡ് അടിച്ചു കൊടുത്തിട്ട് അകത്തും പിങ്ക് ഷെയ്ഡ് അടിച്ചു കൊടുത്തായിരുന്നു. പക്ഷേ ആ അകത്തുള്ള പിങ്ക് ഷെയ്ഡ് എനിക്ക് അത്ര പിടിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ മാറ്റിയിട്ട് ആദ്യം അടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യം റെഡ് ലൈൻസൊക്കെ കൊടുത്ത് നല്ല കുട്ടപ്പനാക്കി എടുത്ത്. അങ്ങനെ രണ്ടാമത്തെ ഐറ്റം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആണല്ലോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ്സൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഞാനൊരു ക്യൂട്ട് നോക്കിയിട്ടാണ് പിങ്ക് സെലക്ട് ചെയ്തത്. അങ്ങനെ അതിലേക്ക് പെയിൻറ്റിൻ്റെ ട്യൂബ്സും പിന്നെ പെയിൻറ്റ് ബോട്ടിൽസും ഒക്കെ വെച്ചപ്പോൾ എന്താ സമാധാനം. അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് സെക്കൻഡ് ഐറ്റം. ഇനി അടുത്തതാണ് മെയിനായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐറ്റം. അതൊരു വിൻറ്റേജ് ടച്ചിലാണ് പോകുന്നുള്ളത്. പക്ഷേ എനിക്ക് മടിയായത് കാരണമാണ് അത് ഞാൻ സെലക്ട് ആക്കിയിട്ടുള്ളത്. പിന്നെ മെയിൻ കാരണം എൻ്റെ കയ്യിൽ വേറെ ഗ്ലൂവോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഈ ജൂട്ട് മാറ്റ് ഉണ്ടാക്കാൻ വാങ്ങിയ ഈ ത്രെഡ് അതെങ്ങനെയെങ്കിലും തീർക്കണം, ഇല്ലെങ്കിൽ അതിനെ ചുട്ടിക്കൂട്ടി എറിയുന്നതാണ് ഉമ്മയുടെ ഉത്തരവ്. സോ ഞാൻ വിചാരിച്ച് അത് ഒരു ഓർഗനൈസറിന് ഒന്ന് ചുരുട്ടിയാലോന്ന്. അങ്ങനെ ഞാനൊരു ഗീയുടെ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അതിന്മേൽ ഗ്ലൂ ഗൺ തേച്ചിട്ട് അതിന്മേൽ ഒട്ടിക്കാൻ തുടങ്ങി. ഫസ്റ്റ് കുറച്ച് ഒട്ടിച്ചിട്ട് പിന്നെ ചുരുട്ടിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ അത് നന്നായി വരും. അങ്ങനെ ഞാൻ ചുരുട്ടി അവസാനം സെക്യൂരൊക്കെ ആക്കി കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇത് എന്താ പറയുക, ഒരു ലുക്ക് തന്നെ വേറെയായി. എനിക്ക് ഇന്ന് ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർഗനൈസറാണ് ഇത്. അങ്ങനെ പിന്നെ ഇതിൻ്റെ മേലെ റിബണൊക്കെ വെച്ച് കെട്ടി നല്ല കുട്ടപ്പനാക്കി. റിബണ് മെഷർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ, ഇനിയിപ്പോൾ ഡബിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും, അല്ലെങ്കിൽ സിംഗിളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കെട്ടിക്കൊടുക്കാം. അങ്ങനെ ഞാൻ റിബണൊക്കെ കെട്ടിക്കൊടുത്ത്. ഇത് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ സ്കെച്ച് പെൻസും ബ്രഷ് പെൻസും ഇതൊക്കെ ഇട്ട് വെക്കാനാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇട്ട് വെക്കാം, ഓക്കെ. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചിട്ട് നോക്കിയപ്പോൾ ഭയങ്കര ക്യൂട്ട്നെസ് എൻ്റെ ടേബിളിന്. ഓൾറെഡി എൻ്റെ ടേബിൾ ഭയങ്കര ചെറുതാണ്, എന്നാലും കുറേ സാധനം കുത്തി നിറക്കണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വീഡിയോയിലുള്ള കുറച്ച് ഷെയ്ക്സൊക്കെ അത് മെയിൻ ട്രൈപോഡിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ട്രൈപോഡിൻ്റെ അല്ല, ടേബിളിൻ്റെ പ്രശ്നമാണ്. ടേബിൾ ചെറുതായതുകൊണ്ട് ഭയങ്കര അനക്കമാണ് വീഡിയോ. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ വീഡിയോ ഒക്കെ അടിപൊളിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി.